ചെയ്യുന്ന കാണാം. ദൈവമേ, എത്ര ആൾക്കാർ നോക്കിയേ. മുമ്പിൽ കൂടെയാണോ ഇത് കാണാനായിട്ട്? റോഡിൽ എല്ലാരും വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ പുറകെ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ ദനാങ്ങിൽ ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് ഇവർ ടൂറിസം ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയൊരു ഡ്രാഗൺ. ആ ബ്രിഡ്ജിൻ്റെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നീളത്തിലൊരു ഡ്രാഗൺ. അതിന്ന് അതിൻ്റെ വായിന്ന് ഇപ്പം തീ വരും. ഫയർ ഷോ വീക്കെൻഡ്സിൽ വന്നത്. കറക്റ്റ് നമ്മളിവിടെ എത്തിയത് സാറ്റർഡേ ആണ്. അപ്പോൾ രാത്രി 9 മണിക്ക്, കൃത്യം 9 മണിക്ക് അതിൻ്റെ എന്തായത് ഫയർ വർക്ക്സ് അല്ലേ, ഫയർ ഷോ ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയും പേരാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നോക്കൂ, രമേശൊന്നും ഫോണില്, എല്ലാവരും ഫോണില്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന കാണാം. കളർ മാറി, ബ്ലൂ ആയി. ഓ മൈ ഗോഡ്, ഇത്ര ഫോഴ്സിൽ എങ്ങനെയാ വെള്ളം വീഴണേ? നനഞ്ഞ് കുളിച്ചുണ്ടാവും. എത്ര പേരാ ഇത് കാണാൻ, ആൾക്കാരത് കാണാൻ വേണ്ടിയിട്ട്. ഷോ നടക്കുന്ന സമയത്ത് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തത്, ആ ഒരു ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്യും. ഇപ്പൊ നടന്നു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇതിനിടയിൽ പറ്റുമോ? എത്താണ്ടി ഇവിടെ നിന്നാണ്, പക്ഷെ ഇവിടെ നേരെ ഫ്രണ്ടിലാണ്. കാണാൻ വന്ന ആൾക്കാരാണിത്. അയ്യോ, അവിടം വരെ ഉണ്ട്. ഇത്രയും പേരാണ് കാണാൻ വന്നിരിക്കുന്നത്. വെള്ളം ഓടുന്നു. അതെ, ഇതെന്താറിയോ, ഇത്രയും നേരം ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഈ ബ്രിഡ്ജ്. ഇത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വരുന്നതാണ്. റോഡിൻ്റെ നടുക്ക് ഇരിക്കുകയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇത് കണ്ടിട്ട്. ഇനി ഇത് കുറച്ചൊന്ന് തിരക്ക് മാറിയിട്ട് ക്രോസ് ചെയ്ത് നമുക്ക് ഏത് മാർക്കറ്റ്, നൈറ്റ് മാർക്കറ്റിൽ പോവാം. എല്ലാം കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ നോക്കാം. ഇവിടെയാണ് നൈറ്റ് മാർക്കറ്റ്, ബ്രിഡ്ജിൻ്റെ താഴെ നൈറ്റ് മാർക്കറ്റ്. ഇതാണ് ദനാങ്ങിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഹാൻ നദി. ഈ നദിയുടെ ക്രോസ് ആയിട്ടാണ് ഈ ഒരു ഡ്രാഗൺ ബ്രിഡ്ജ്. ഇത് കാണാനാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാർ വന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി വീക്കെൻഡ്സിൽ രാത്രി ഫുൾ ഇവിടെ ആൾക്കാരായിരിക്കും. ഈ ഹാൻ നദിയുടെ തന്നെ ക്രോസ് ചെയ്തിട്ട് ഒരുപാട് ബ്രിഡ്ജാണ്. ഓരോ ബ്രിഡ്ജും ഭയങ്കര യുണീക്കായിട്ടാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു മറ്റേ പുള്ളി പറഞ്ഞത്, നമ്മുടെ ടോണി ഇല്ലേ ഗൈഡ് പറഞ്ഞ ഈ സിറ്റിയെ ബ്രിഡ്ജ് സിറ്റി എന്ന് പറയുന്നുണ്ട്. ഇവിടെ തന്നെ നിന്നാൽ ഒരുപാട് ബ്രിഡ്ജ് ഇവിടുന്ന് കാണാം. അപ്പം തന്നെ ക്ലീൻ ചെയ്യണം.
അതായത് അപ്പം ക്ലീൻ ചെയ്യും. അയ്യോടാ, അത് കുഞ്ഞു കുട്ടികൾക്കുള്ള കൊള്ളാല്ലേ. ഈ ബ്രിഡ്ജായിരുന്നു ഡ്രാഗൺ ബ്രിഡ്ജ്. അതിനടിയിലുള്ള ഈ സ്പേസിൽ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം തുടങ്ങിയിരിക്കുക. നമ്മുടെ ഡാൻസിങ് കാർഡ്സ് ഇല്ലേ, അതുപോലെയുള്ള ഒരു സംഭവമാണ്. കുട്ടികളെ ഫ്രണ്ടിൽ എത്തി അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഇങ്ങനെ റൈഡ്, ഒരു ചെറിയ റൈഡ്. ഈ സ്പേസ് പോലും അവർ അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കും. ഇവിടെ നമ്മുടെ സാധാരണ വണ്ടികളൊക്കെ പോകുന്ന റോഡ്. ഇതാണ് നൈറ്റ് മാർക്കറ്റ്. ഇത് പ്രിന്റിന്റെ അമ്മ. ഈയോടോ ചെരുപ്പ്. ഇതൊക്കെയാണ് ഫുഡ്. എൻ്റെ അമ്മ അകത്തൂടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. ആരാ അതിലാണ്? അവിടെ പോയി ചോദിക്കണ്ടേ? ഓരോന്ന് മേടിച്ചോണ്ട് പോവാം. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വെറൈറ്റി മോതിരം മേടിച്ചു. ഈ സാധനം മേടിച്ചു. എന്താവെന്ന് അറിയില്ല, നോക്കാം. വിശ്വാസം. ഇനി ഒറിജിനൽ എത്ര പൈസയാന്ന് അറിയില്ല. എന്താ ഈ പാട്ടിന് കോപ്പിറൈറ്റ് വരുമോ? വിയറ്റ്നാമീസ് പാട്ടാണ്. അയ്യോടാ, ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ് വാങ്ങിച്ചു. നല്ല ആൾക്കാരാണ്. ഇട്ട് വരെ കാണിച്ചു തന്നു. വെള്ളം മേടിക്കാം അപ്പ പോകുമ്പോ. ആ, യെസ്, നല്ല ടോപ്പായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വേറെ ഒരെണ്ണം എടുത്തു. പറ്റില്ല. ആ, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. സ്പൈഡർമാൻ്റെ ക്യൂട്ട്. അപ്പം ഞങ്ങളിവിടെ ഒരു ഷോർട്ട്സും ഒരു ഷർട്ടും എടുത്തു അല്ലേ അമ്മ? ഇനി അടുത്തത് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ നന്നായിരുന്നു. നല്ല ദാഹമുണ്ട്. ഇവിടെ കിട്ടൂല. കിട്ടുമോ? ആ, അവിടെ കിട്ടും അമ്മ. അവിടെ ജ്യൂസാന്ന് തോന്നുന്നു. ബാ പാപ്പാ. അയ്യോ, വിശക്കണില്ല, അല്ലെങ്കിൽ ഇതൊക്കെ തിന്നായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വന്നോണ്ടേ. ആ, അങ്ങനെ ഇവിടെ ഇരുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നടന്ന് തളർന്ന് ഇവിടെ ഇരുന്ന് മാംഗോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് തണുപ്പ് അവരിട്ടിട്ടുണ്ട്. തണുപ്പില്ലേ ശ്രേയ? തണുപ്പില്ലേ? ഇല്ല. സമയം എത്രയായി ഇവിടെ? 10:45. 10:45 ഈ തിരക്കാണത്. താങ്ക് യു. എന്താ കഴിക്കുന്നേ?
അറിയില്ല, എന്ന് പറയും. കണ്ടോ, CREP. ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഇവിടെ കുറെ കിട്ടുന്നു. എന്തൊക്കെ സാധനം, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ന്യൂട്ടെല്ല വിത്ത് ബനാന. ആണോ? ഞാനിങ്ങനെ കഴിച്ചു നോക്കിയപ്പം നമ്മുടെ വാഫിൾസ് കഴിക്കുന്ന പോലെ ഇരിക്കണം. കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ, അടിപൊളി. ഒരു മിനിറ്റ്, ഞാൻ ഇതിന്റെ ഇന്റർസെക്ഷൻ ഏതാന്ന് കണ്ടുപിടിക്കുക. ഇവിടെ അറിയാം. ഗ്രാബ് ബുക്ക് ചെയ്യാം. നമുക്ക് ആ മെയിൻ റോഡിൽ പോയി നിന്നാലോ? ആ ഡ്രാഗൺ ബ്രിഡ്ജിന്റെ അവിടെ. ബ്രിഡ്ജിന്റെ ലൊക്കേഷൻ ഇടാം. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. രാത്രി 11:30 ആയല്ലേ? ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ശ്രേയ എന്തോ ഒരു ഫുഡ് കഴിച്ചല്ലോ രാത്രി വീണ്ടും. ഞാനൊരു ക്രെപ്പ് എന്ന് പറയുന്ന സാധനം കഴിച്ചു. എന്താണത്? എനിക്കറിയില്ല, അതൊരു ഡെസേർട്ട് പോലത്തെ ഒരു സാധനമാണ്. നമ്മുടെ പാൻ കേക്ക് ഒക്കെ പോലെ. നമ്മുടെ അല്ല എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കഴിക്കുന്ന വാഫിൾസ് പോലെ അതിന്റെ ബാറ്റർ വെച്ച് ചെയ്യുന്നതാണ്. അതിന്റെ ബേസ് ആണെന്ന് തോന്നുന്നു. ഞാനത് കുറെ കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴല്ലേ അതൊക്കെ കഴിക്കാൻ പറ്റൂ. ഇവിടുത്തെ മെയിൻ സാധനം തോന്നുന്നല്ലേ? ആണെന്ന് തോന്നുന്നു. അതിന്റെ കുറെ സ്റ്റോൾ ഇങ്ങനെ പൊതിഞ്ഞു തരുന്ന പോലെ ഈ ഒരു സാധനത്തിന്റെ ഉള്ളിൽ പഴമോ എന്തൊക്കെയോ ചോക്ലേറ്റും സ്ട്രോബെറീസ് വെക്കാറുണ്ട്. പിന്നെ ചോക്ലേറ്റ്, ന്യൂട്ടെല്ല, മിൽക്ക് അതെല്ലാം ഉണ്ട്. ഞാൻ കഴിച്ചത് ബനാന വിത്ത് ന്യൂട്ടെല്ല. സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും. ഒരുപാട് പേര് യൂറോപ്യൻസും ഒക്കെ വന്നത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പം തന്നെ ഗ്രാബ് കിട്ടി. നല്ല അതൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് ഇവിടെ. എല്ലാം രാത്രി 11:30 വരെയൊക്കെ, 12 മണി. ഇതേ ഇപ്പോഴും ഓരോരുത്തർ ഇവിടെ വന്ന് ഹോട്ടലിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിക്കുക ടാക്സി വേണോ. താഴെ തന്നെ ആൾക്കാരുണ്ട് ടാക്സി. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ആ ഡ്രാഗണിന്റെ ആ സമയത്തെ മറ്റേ ഫയർ ഇതിന്റെ സമയത്തെ തിരക്ക്. ആ ആൾക്കാർ കുറേ നേരം ആ നൈറ്റ് മാർക്കറ്റിൽ ചുറ്റി തിരിഞ്ഞ് നടന്നിട്ട് അതൊക്കെ ഈ സമയമൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് ഹോട്ടൽസിലേക്ക് പോകുന്നത്. ക്ലോസ് ചെയ്യാൻ തുടങ്ങി. അതെ, അങ്ങനെ. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് വേണമെങ്കിൽ ബീച്ചിലൊന്ന് പോവാം. തൊട്ടപ്പുറത്താണ് ബീച്ച്. രാവിലെ ഒന്ന് ബീച്ചിൽ പോവാം. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ എവിടെ പോകുന്നത്? ഹൊയ്യാൻ. അതൊരു ഹെറിറ്റേജ് ടൗൺ ആണ്. ഏഷ്യൻ ടൗൺ ആണ്. ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നുണ്ട്. നോക്കാം, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഇന്ന് ഇത്രയും ദിവസം എങ്ങനെയാണ് പോയെന്ന് അറിയില്ല. 4-5 ദിവസം പോയി അല്ലേ? പെട്ടെന്ന് പോയി. അപ്പം നാളെ കാണാം. ബൈ. എവിടെയാ ക്യാമറ?